പ്രേക്ഷകരെ ഈവനിംഗ് മലയാളം തുടങ്ങുമ്പോൾ ആദ്യത്തെ വാർത്ത ഈ തന്ത്രി കണ്ഠരര് രാജീവരരുടെ അനധികൃത സ്വത്ത് സമ്പാദ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ അനധികൃത സമ്പാദ്യത്തിന്റെ കണക്കുകൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിരത്തുകയായിരുന്നു ഇന്ന് SIT. തന്ത്രിക്കും ഭാര്യയ്ക്കും ആദായ നികുതി വകുപ്പിനെ അറിയിക്കാത്ത കോടികളുടെ നിക്ഷേപമുണ്ടെന്നാണ് SITയുടെ വാദം. തൃശൂർ കുന്നംകുളത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 2.05 കോടിയുടെ ഡെപ്പോസിറ്റ് ഉണ്ട്. തന്ത്രിയുടെ ഭാര്യയുടെ പേരിലുള്ളത് 62 ലക്ഷം രൂപയാണെന്നും SIT പറയുന്നു. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഈ മാസം 18-ന് കോടതി വിധി പറയും. ഷമീർ വിവരങ്ങളുമായി നമുക്കിപ്പം കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷമീർ, അങ്ങനെ ഇന്ന് കോടതി ഈ കേസ് വാദിക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം? ഇതിനെതിരെ പ്രതിഭാഗം നിരത്തിയത് എന്തൊക്കെ? ഇന്ന് പ്രധാനമായും കോടതിയിൽ നടന്നത് പ്രോസിക്യൂഷന്റെ വാദങ്ങളാണ്. കഴിഞ്ഞ ദിവസം പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരുന്നു. പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത് തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും സാമ്പത്തിക സ്രോതസ്സുകളുടെ വിവരങ്ങളുമാണ് കോടതിക്ക് മുമ്പിൽ എത്തിച്ചത്. തന്ത്രി 7 ലക്ഷം രൂപ ദേവസ്വം ബോർഡിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്ത്രിയെ പബ്ലിക് സർവൻറ്റിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. ഒപ്പം തന്നെ തന്ത്രിയുടെ നിക്ഷേപം, ബാങ്ക് നിക്ഷേപം എന്ന് പറഞ്ഞാൽ 2 കോടിയിലധികം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. തന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ് എന്ന് തന്ത്രിക്ക് വ്യക്തമാക്കണമെന്ന് കോടതി പറഞ്ഞു. തന്ത്രി ഒരു പബ്ലിക് സർവൻറ്റിൻ്റെ പരിധിയിൽ പെട്ടുകഴിഞ്ഞാൽ ഇത്രയും പണം എങ്ങനെ തന്ത്രിക്ക് സമ്പാദിക്കാൻ പറ്റും എന്നും കോടതിക്ക് മുമ്പിൽ പ്രോസിക്യൂഷൻ പറഞ്ഞു. കുന്നത്തുകളത്തിൽ ഫൈനാൻസ്, പത്തനംതിട്ട തിരുവല്ലയിലുള്ള കുന്നത്തുകളത്തിൽ ഫൈനാൻസിലാണ് ഈ പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതും ആദായ നികുതി വകുപ്പിൻ്റെ കൺട്രോളിലല്ലാത്ത ഒരു ബാങ്ക്, ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം. അവിടെ ഇത്തരത്തിലുള്ള പണം നിക്ഷേപിക്കുന്ന, കള്ളപ്പണം അടക്കമുള്ളവ നിക്ഷേപിക്കുന്ന ഒരു ഇടമാണ്. അവിടെയാണ് ഈ പണം കൊണ്ടുവന്ന് ഇത്തരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് നാഷണലിസ്റ്റ് ബാങ്കുകളിൽ ഈ പണം നിക്ഷേപിച്ചില്ല? അതിൻ്റെ അർത്ഥം തന്നെ കണക്കുകൾ കാണിക്കാൻ തന്ത്രിക്കും കുടുംബത്തിനും ഇല്ല എന്നതാണ് വാസ്തവമെന്നും കോടതിക്ക് മുമ്പിൽ പറഞ്ഞു. ഒപ്പം തന്നെ കോടതിയിലെത്തിയ പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടത് ബാംഗ്ലൂരിലെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് പോറ്റി തന്ത്രിയെ പരിചയപ്പെട്ടതെന്ന് പറയുന്നു. തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും കോടതിക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തിനാണ് തന്ത്രി പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നുള്ള ചോദ്യങ്ങളും കോടതിക്ക് മുമ്പിൽ എത്തുകയും ചെയ്തു. ഒപ്പം തന്നെ കോടതിയിൽ പറഞ്ഞ പ്രധാന പരാമർശങ്ങളിൽ ഒന്ന്, സ്ത്രീകൾ കയറിയാൽ ശ്രീകോവിൽ വാതിൽ അടയ്ക്കും എന്ന് പറഞ്ഞ തന്ത്രി ശബരിമലയിൽ നിന്ന് ദ്വാരപാലക പാളികളും കട്ടിളപ്പാളികളും കൊണ്ടുപോയപ്പോൾ എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചോദിച്ചോ. ഇതിനൊന്നും തന്നെ മറുപടി പറയാൻ പ്രതിഭാഗത്തിന് കഴിയാത്തൊരു സാഹചര്യം അത് അവരുടെ മുഖഭാവത്തിൽ തന്നെ വ്യക്തമാകുന്നതായിരുന്നു. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഈ വാദപ്രതിവാദങ്ങൾ നടന്നത്. ഇതിനുശേഷം പുറത്തേക്ക് അവരുടെ അഭിഭാഷകരടക്കം പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അവരൊക്കെ ക്ഷോഭിച്ചുകൊണ്ടാണ് അഭിഭാഷകർ പോയത്. അതായത് സാമ്പത്തിക കാര്യങ്ങൾ, സാമ്പത്തിക തിരിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ എത്തിക്കാൻ SITക്ക് കഴിഞ്ഞു, പ്രോസിക്യൂഷന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് മേലുള്ള കുരുക്ക് മുറുകുന്നു എന്ന് വേണം ഈ വേളയിൽ പറയാൻ. എന്തായാലും 18-ന് ഈ കേസിൽ വിധി പറയും. തന്ത്രിക്ക് ജാമ്യം നൽകണമോ വേണ്ടയോ എന്ന് ഇനി കൊല്ലത്തെ വിജിലൻസ് കോടതി തീരുമാനിക്കും. അത്രത്തോളം തെളിവുകൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുമുണ്ട്. ഇനിയും ഉണ്ട് പല കാര്യങ്ങളും പറയാൻ. അത് പിന്നീട് പറയാമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ജഡ്ജിമെന്റ് വന്ന ശേഷം പ്രതികരിക്കാമെന്നാണ് തന്ത്രിയുടെ അഭിഭാഷകർ വ്യക്തമാക്കി. ശരി, അപ്പോൾ ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ, അതായത് തന്ത്രി കണ്ഠരര് രാജീവരരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതിയിൽ നടന്ന കാര്യങ്ങൾ, SIT പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു നമ്മുടെ ഷമീർ കൊല്ലത്ത് നിന്ന്. ഇനി